ഹലോ ഡിയേഴ്സ്, അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസമൊക്കെ ആയി, അതായത് ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പോവുകയാണ് അല്ലേ. നമ്മുടെ 4ാം ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാണ്. അപ്പോൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ 4ാം ക്ലാസ്സിൽ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ചേച്ചിമാരോ ചേട്ടന്മാരോ പഠിച്ചിട്ടുള്ള 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളൊന്നും ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. നമ്മൾ സാധാരണയായിട്ട് പുതിയൊരു ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യുന്നത് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് നമുക്ക് ചെയ്തു തരാറുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഈ ഒരു വർഷം നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 4ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പരീക്ഷയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നമ്മുടെ LSS എക്സാമിനേഷൻ അല്ലേ. അപ്പോൾ LSSന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തുടക്കം മുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. LSSൻ്റെ സിലബസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കൃത്യമായിട്ട് നമ്മുടെ 4ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അല്ലേ. അതും കൃത്യമായിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓരോ ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ തുടക്കം മുതൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 4ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ LSSും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ആലോചിക്കും, ഈ LSS എന്ന് പറയുന്നത് നമ്മുടെ 4ാം ക്ലാസ് അവസാനത്തേക്ക് വരുന്നതല്ലേ, അതിന് നമ്മൾ തുടക്കത്തിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. കാരണം LSS നേടിയെടുക്കുന്നതിന് മുമ്പേ ഉള്ളൊരു ടാസ്ക്കാണ് LSS എഴുതാനുള്ള യോഗ്യത നേടുക എന്നുള്ളത്. ആ യോഗ്യത നമുക്ക് കിട്ടുന്നത് ഇതിനു മുന്നേ ഉള്ള, അതായത് 4ാം ക്ലാസ്സിൽ നമ്മൾ എഴുതുന്ന ഓരോ എക്സാമുകളിലും നമ്മുടെ മാർക്കുകൾ അല്ലേ, കൃത്യമായിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ സ്കൂളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുള്ളൂ, LSS എഴുതാനായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു ഇയർ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതെങ്ങനെയാണ്? കാരണം നമ്മുടെ കയ്യിൽ സിലബസ് മാറി എന്ന് നമ്മൾ പറഞ്ഞു, റെഫർ ചെയ്യാൻ സാധനങ്ങളില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കും? പാരൻസിനൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് അല്ലേ. അവിടെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ പ്രാണ ബാച്ച് തയ്യാറായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാണ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ഓൾറെഡി കുറേ വീഡിയോസിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിലും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ ചാപ്റ്റർ തന്നെ വ്യത്യസ്ത പാർട്ടുകളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ പാർട്ടും കഴിഞ്ഞ് ഓരോ ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. ആ യൂണിറ്റ് ടെസ്റ്റ് എഴുതിയിട്ട് നമ്മളതിന് ആൻസർ കീ ഡിസ്കഷൻ വയ്ക്കും. അതുപോലെ തന്നെ ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, നമ്മുടെ ആനുവൽ എക്സാം ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ മോഡൽ എക്സാമിനേഷനും നമ്മുടെ പ്രാണ ബാച്ചിൻ്റെ ഒരു ഫീച്ചറാണ്. അതോടൊപ്പം തന്നെ LSSന് വേണ്ട കൃത്യമായിട്ടുള്ള പ്രാക്ടീസും നമ്മുടെ പ്രാണ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ പാരൻസിനുള്ളൊരു കൺഫ്യൂഷനാണ്, നമ്മുടെ മക്കൾ ഇത്രത്തോളം നമ്മുടെ പ്രാണ ബാച്ചിൽ ആക്റ്റീവാണ്, അവരുടെ പ്രോഗ്രസ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾക്ക് അറിയാൻ പറ്റുമോ? കാരണം ഓൺലൈൻ ആണ്, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ പാരൻറ്റ് ആപ്പും ഇപ്പം സജീവമായിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനാപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രാണ ബാച്ചിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുള്ള നമ്മുടെ പ്രാണ ബാച്ചിൽ ഇതുവരെയും മക്കൾ ആരും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാവും. നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ 4ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ LSSും ക്രാക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ മക്കൾ ജോയിൻ ചെയ്യുക. നമ്മുടെ പ്രാണ ബാച്ചിൽ കണ്ടുമുട്ടാം. ബൈ.